രാജസ്ഥാനിലെ ബാസ്വാഡ ജില്ലയിൽ വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള കൂട്ടുപ്രവർത്തകരുമായി ചില ദിവസങ്ങൾ ചിലവഴിക്കുവാൻ, അവരോട് ദൈവവചനം അവരുമായി ഷെയർ ചെയ്യുവാൻ, പങ്കിടുവാൻ, കൂട്ടായ്മ കൂടുവാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുപ്രവർത്തകൻ ആശിഷിൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജലത്തിൻ്റെ ലഭ്യതയെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡിസംബർ മാസം വരെ വെള്ളമുണ്ട്. ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. കുടിവെള്ളം പോലും ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണ്. കഷ്ടിച്ച് കുടിവെള്ളം ലഭിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾക്കുള്ള വെള്ളം അതിന് ദൂരെ ഒരു കനാലിൽ പോകണം. അപ്പോൾ മാർച്ച് മാസം കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് കുടിവെള്ളം പോലും ലഭിക്കുവാൻ ഉള്ള ബുദ്ധിമുട്ട് വളരെയധികമാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? കിസി തരഹ അഡ്ജസ്റ്റ് കർണ പട്ടാ ഹൈ. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അത് കേട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം ഉപയോഗിക്കുന്ന രീതി മാറി. മുൻപ് ഒരു ബക്കറ്റ് ഉപയോഗിച്ചിരുന്നിടത്ത് അര ബക്കറ്റ് മതി. കൈ കഴുകുവാൻ ടാപ്പ് തുറന്ന് വളരെ ലാവിഷായി വെള്ളം ഉപയോഗിച്ച സ്ഥാനത്ത് അല്പം മതി എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഓർക്കുകയായിരുന്നു, വചനത്തിൻ്റെ ലഭ്യതയും അതുപോലെയല്ലേ. ചില സ്ഥലങ്ങളിൽ ധാരാളം ലഭ്യത. എത്ര സന്ദേശങ്ങളാണ് ഒരേ സ്റ്റേജിൽ, എത്ര എക്സ്പേർട്സാണ് വചനത്തിൻ്റെ എക്സ്പേർട്സ്. വചനം പങ്കിടുവാൻ, അതിൻ്റെ ആഴങ്ങളെ അറിയിക്കുവാൻ എത്ര വലിയ ലഭ്യതയാണ്. ഏറ്റവും നല്ല ദൈവദാസന്മാരുള്ളിടത്ത് വീണ്ടും ഏറ്റവും കഴിവുള്ളവർ, സന്ദർശകർ. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ധാരാളം വചനം, ആവശ്യത്തിന് വചനം, ആവശ്യത്തിലധികം വചനം. ചിലയിടത്ത് വചനം, അതിൻ്റെ ലഭ്യത വളരെ കുറവ്. ചിലയിടത്ത് തീരെയില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരവാദിത്തമുള്ളവർ എന്തു ചെയ്യും? വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണെന്നറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും. അപ്പോൾ വചനം, അതിൻ്റെ ലഭ്യത അധികം ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അധികമില്ലാത്തിടത്തേക്ക് ആ വചനത്തെ ഒഴിക്കണം. ഇവർ കനാലിൽ പോകും. കനാലിൽ എവിടെയോ ഉള്ള വെള്ളം നദിയിൽ നിന്നും തിരിച്ചു വിട്ടിരിക്കുകയാണ്. വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് അവർക്ക് അത്യാവശ്യത്തിനെങ്കിലും വെള്ളം വേണ്ടേ? അതിനുവേണ്ടി വെള്ളം ഉള്ളിടത്ത് നിന്നും കനാല് വഴി 100 കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തിലേക്ക് വെള്ളം തിരിച്ചുവിട്ടിരിക്കുകയാണ്. അതവിടെ കെട്ടിക്കിടന്നാലോ? നമ്മൾ പറയും, ഈ സർക്കാർ ഒന്നും ചിന്തിച്ച് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. നമ്മൾ പറയും, അവരെ അത്യാവശ്യം മനസ്സിലാക്കുന്നില്ല. നമ്മളോ? പ്രിയമുള്ളവരെ, വചനത്തിന് ലഭ്യത ധാരാളമുള്ളിടത്ത് നിന്നും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതില്ലാത്തിടത്തേക്ക് ആ വചനം ഒഴുകണം. ആ വചനം എങ്ങനെയാണ് ഒഴുകേണ്ടത്? നമ്മളിലൂടെ ഒഴുകണം. എങ്ങനെ? നമ്മൾ അവിടേക്ക് പോകണം. നമ്മൾ വചനവുമായി അവിടേക്ക് പോകണം. നമുക്ക് നന്നായി വചനം അറിയാമോ? അവിടേക്ക് പോകണം. ഈ ബാസ്വാഡ ജില്ല വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. എയർപോർട്ടിൽ നിന്നുമൊക്കെ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമൊക്കെ. ഇവിടെ പ്രവർത്തിക്കുന്ന, വളരെ നന്നായി ദൈവവചനം അഭ്യസിച്ച ഒരു ദൈവദാസൻ ഇവിടെ താമസിക്കുന്നത് അറിയാം. ഉത്തരഭാരതം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഈ സ്ഥലങ്ങളിൽ, മധ്യപ്രദേശ്, ഈ സ്ഥലങ്ങളിലൊക്കെ വചനത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ഞങ്ങൾ സ്കൂൾ ഓഫ് പ്രീച്ചിങ് അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം നമ്മളുടെ കൂട്ടുപ്രവർത്തകരെ വിളിച്ച് ദൈവവചനം പ്രസംഗിക്കുന്നതിൻ്റെ പരിശീലനം നൽകുകയാണ്.
അവരൊക്കെ ചില വർഷങ്ങളായി കർത്താവിന് വേല ചെയ്യുന്നവരാണ്. എന്നാൽ ഫസ്റ്റ് ജനറേഷൻ ബിലീവേഴ്സാണ്. അവർക്ക് സൺഡേ സ്കൂൾ പഠിച്ച് ഉള്ള പരിചയമില്ല, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ആ ഏജിന് ശേഷമാണ് അവർ യേശുവിനെ സ്വീകരിച്ചത്. അപ്പോൾ അവരെ പഠിപ്പിക്കണ്ടേ? ആര് പഠിപ്പിക്കും? വചനം അറിയാവുന്നവർ പഠിപ്പിക്കണം. വെള്ളം, ഉത്തരവാദിത്വമുള്ള സർക്കാർ വെള്ളമില്ലാത്തിടത്ത് അവർക്ക് കുറഞ്ഞ പക്ഷം കുടിവെള്ളം കിട്ടണം എന്ന് ചിന്തിച്ച് ആ കാര്യങ്ങൾ ചെയ്യും. ബീഹാറിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ കൂടി ഏതാണ്ട് 50 ലക്ഷം ആളുകൾ, 50 കോടി ആളുകൾ, 50 കോടി ആളുകൾ, അവർക്ക് വെള്ളമില്ല. ജീവജലത്തിന് നദികൾ അവിടേക്ക് ഒഴുകുന്നില്ല, അതൊഴുകണം. ഈ 50 കോടി ആളുകളുടെ ഇടയിൽ ഒരാളോ 5 പേരോ 100 പേരോ പ്രവർത്തിച്ചാൽ പോരാ. ചിലയിടങ്ങളിൽ 100 പേർക്ക് 50 ദൈവദാസന്മാർ, 100 പേർക്ക് 10 ദൈവദാസന്മാർ. ഇവിടെ 50 കോടി ആളുകൾക്ക് വചനം പഠിപ്പിക്കുവാൻ, ഇവിടെ 1,00,000 പേർക്ക് വചനം നൽകുവാൻ 10 പേരില്ലാത്ത സ്ഥിതി. ഉത്തരവാദിത്തമുള്ള തീരുമാനം നമ്മൾ ദൈവദാസന്മാർ, ദൈവസഭകൾ എടുക്കണ്ടേ? അവിടേക്ക് വചനം ഒഴുകട്ടെ, നമ്മളുടെ കാലുകൾ അവിടേക്ക് ചലിക്കട്ടെ. ഉത്തരവാദിത്വത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. അവർ വചനം അറിയട്ടെ, അവരുടെ ദാഹം തീരട്ടെ.